ജീവിതം ഒരു പരീക്ഷണമാണ്. ചിലരെ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ മറ്റു ചിലരെ പണം നൽകിയാണ് പരീക്ഷിക്കുന്നത്. പണമില്ലാത്തവനെ പുച്ഛിക്കുന്നവരും അധികാരത്തിന്റെ അഹങ്കാരത്തിൽ മനുഷ്യനെ കാണാൻ മറന്നുപോകുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നാം ധരിച്ച വസ്ത്രമോ നമ്മുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസോ അല്ല നമ്മുടെ മൂല്യം നിശ്ചയിക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയശുദ്ധിയാണ്. വിനയത്തിനു മുന്നിൽ അഹങ്കാരം എങ്ങനെ മുട്ടുകുത്തുമെന്നും ക്ഷമിക്കുന്നവരുടെ കൂടെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം എത്തുന്നതെന്നും വ്യക്തമാക്കുന്ന ഒരു വലിയ ജീവിതകഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. സമ്പത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോഴും ദരിദ്രനായി അഭിനയിച്ച് പരിഹാസങ്ങളും ആട്ടലുകളും ക്ഷമയോടെ ഏറ്റുവാങ്ങിയ ഒരു യുവാവിന്റെയും അയാളെ തള്ളിപ്പറഞ്ഞ ഒരു കുടുംബത്തിന്റെയും കഥ. നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന, ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. അറബിക്കടലിന്റെ തിരമാലകൾ താളം തല്ലുന്ന ഒരു വലിയ കടലോര ഗ്രാമം. അവിടെ ആഡംബരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന അൽ ഫലാഹ് എന്ന കൊട്ടാര സദൃശ്യമായ വീട്ടിലായിരുന്നു അബ്ദുല്ല ഹാജി താമസിച്ചിരുന്നത്. ഹാജിയുടെ ഏക മകൾ സൈനബയെ വിവാഹം കഴിച്ചു നൽകിയത് ഹംസ എന്ന യുവാവിനായിരുന്നു. ഹംസ ഒരു അനാഥനാണെന്നും ദൂരെയുള്ള ഒരു ചെറിയ കടയിൽ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുക്കുന്നവനാണെന്നുമാണ് ഹാജിയും കുടുംബവും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഹംസയുടെ കയ്യിൽ ലോകം കറങ്ങുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ താക്കോലുണ്ടായിരുന്നു. പണത്തിനു മീതെ പരുന്തും പറക്കാത്ത ഈ ലോകത്ത് മനുഷ്യരുടെ യഥാർത്ഥ സ്നേഹം പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവനൊരു പാവപ്പെട്ടവനായി അഭിനയിച്ചത്. പെരുന്നാൾ ദിനങ്ങളിൽ ഹാജിയുടെ തറവാട് ബന്ധുക്കളെ കൊണ്ട് നിറയും. വലിയ കാറുകളിൽ നിന്ന് പട്ടുടുപ്പുകൾ ധരിച്ച പെണ്ണുങ്ങളും സ്വർണവളയിട്ട പുരുഷന്മാരും ഇറങ്ങുമ്പോൾ ഹംസ തന്റെ തുരുമ്പിച്ച പഴയ സൈക്കിളിൽ പതുക്കെ വീട്ടുമുറ്റത്തെത്തും. അവൻ വരുന്നത് കാണുമ്പോൾ തന്നെ ഹാജിയുടെ മുഖം കറുക്കും. അലിയൻ റഷീദ് എല്ലാവരും കേൾക്കെ പരിഹാസത്തിന്റെ ശരങ്ങൾ എയ്യും. ഇവൻ എന്തിനാണ് ഹാജി ഇങ്ങോട്ട് വരുന്നത്? നമ്മുടെ ഐശ്വര്യം കളയാൻ. ഈ പിച്ചക്കാരനേക്കാൾ നല്ലത് പടിവാതിൽക്കൽ നിൽക്കുന്ന പട്ടിയാണല്ലോ എന്ന് റഷീദ് പറയുമ്പോൾ തറവാട്ടിൽ ചിരി പടരും. ഹംസ ഒന്നും മിണ്ടില്ല. മുഷിഞ്ഞ തോർത്തുകൊണ്ട് നെറ്റിയിലെ വിയർപ്പൊപ്പി അവൻ അള്ളാഹുവിനെ സ്മരിച്ച് ഒരു മൂലയിൽ തലതാഴ്ത്തിയിരിക്കും. ഭക്ഷണ നേരത്ത് അവനെ ആരും വിളിക്കില്ല. ജോലിക്കാർക്ക് നൽകുന്ന പരുക്കൻ അരിയുടെ ചോറ് തറയിലിരുന്ന് കഴിക്കുമ്പോൾ ഹാജിയും ബന്ധുക്കളും അവനെ പുച്ഛത്തോടെ നോക്കും. സൈനബയുടെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ മാത്രം ഹംസയുടെ ഉള്ളൊന്നു പിടയും. പക്ഷെ അവൻ ക്ഷമയോടെ പുഞ്ചിരിക്കും. മഴ പെയ്ത ഒരു സായാഹ്നത്തിൽ ഹാജി ഹംസയെ വരാന്തയിലേക്ക് വിളിപ്പിച്ചു. നിനക്കിവിടെ വെറുതെ ഇരുന്നു തിന്നാൻ നാണമില്ലേ? പുറത്തെ ആ ഓടയൊന്ന് വൃത്തിയാക്ക്. അതെങ്കിലും ചെയ്യാൻ നിനക്ക് കെൽപ്പുണ്ടല്ലോ എന്ന് ഹാജി ആജ്ഞാപിച്ചു. വസ്ത്രം ചെളിയാകുമെന്നോർക്കാതെ ഹംസ ആ പണി ഏറ്റെടുത്തു. ബന്ധുക്കൾ ഓരോരുത്തരായി വന്ന് അവന്റെ കയ്യിലേക്ക് ഒന്നോ രണ്ടോ നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്തു പരിഹസിച്ചു. ഇത് നിനക്ക് ലോട്ടറി എടുക്കാൻ വെച്ചോ? ഭാഗ്യമുണ്ടെങ്കിൽ നീയും ലക്ഷപ്രഭുവാകും എന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചു. ഓരോ നിമിഷവും അവൻ നേരിട്ട ആട്ടും തുപ്പും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. പക്ഷേ ആ അഭിനയത്തിന് പിന്നിൽ ഹംസ ഒരു വലിയ പാഠം പഠിക്കുകയായിരുന്നു. മനുഷ്യർ സ്നേഹിക്കുന്നത് വ്യക്തിയെയല്ല, അയാളുടെ പണത്തെയാണെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. ഹാജി വലിയൊരു ബിസിനസ് ചതിയിൽപ്പെട്ടു. അദ്ദേഹം വിശ്വസിച്ച ബന്ധുക്കളെല്ലാം അദ്ദേഹത്തെ വഞ്ചിച്ചു. വീടും പറമ്പും ബാങ്ക് ജപ്തി ചെയ്യാൻ നോട്ടീസ് നൽകി. റഷീദ് അടക്കമുള്ളവരോട് ഹാജി സഹായം ചോദിച്ചപ്പോൾ അവർ മുഖം തിരിച്ചു. നിങ്ങൾക്ക് പഴയ പ്രതാപമില്ല ഹാജി, ഇനി നിങ്ങളെ ആര് സഹായിക്കാനാണ് എന്നു പറഞ്ഞ് അവർ ഹാജിയെ തള്ളിപ്പറഞ്ഞു. ഗതികെട്ട ഹാജി തന്റെ പടിക്കൽ നിന്നിരുന്ന ഹംസയെ നോക്കിക്കരഞ്ഞു. മകനെ, എന്നോട് മാപ്പ് ചോദിക്കാനേ എനിക്ക് കഴിയൂ. എന്റെ അഹങ്കാരം അള്ളാഹു തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹാജി കുഴഞ്ഞു വീണു. പിറ്റേന്ന് രാവിലെ ഹാജിയുടെ വീടിനു മുന്നിൽ 100ഓളം കറുത്ത ആഡംബര കാറുകൾ നിരനിരയായി വന്നു നിന്നു. വിദേശത്തു നിന്നുള്ള വമ്പൻ ബിസിനസ്സുകാർ ആ കാറുകളിൽ നിന്ന് ഇറങ്ങി. നാട്ടുകാരും ബന്ധുക്കളും അമ്പരന്ന് നിൽക്കെ അവർ ആദരവോടെ വീടിനകത്തേക്ക് നോക്കി നിന്നു. അതാ സാധാരണ വസ്ത്രങ്ങൾ മാറി അതിമനോഹരമായ രാജകീയ വസ്ത്രം ധരിച്ച് ഹംസ പുറത്തേക്ക് വരുന്നു. അവനെ അനുഗമിച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ. ഹംസ ഹാജിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉപ്പച്ചി, ഞാൻ പാവപ്പെട്ടവനല്ല. ഗൾഫിലും യൂറോപ്പിലും പടർന്നു കിടക്കുന്ന ഈ കമ്പനികളുടെയെല്ലാം ഉടമസ്ഥൻ ഞാനാണ്. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ, നിങ്ങളെ പരിഹസിച്ചവർ ആരും വരാതിരുന്നപ്പോൾ ഞാൻ ഇവിടെയുണ്ട്. ഈ വീടോ സ്വത്തോ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. റഷീദും മറ്റു ബന്ധുക്കളും പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു. ഹംസ അവരെ നോക്കി ശാന്തമായി പറഞ്ഞു, നിങ്ങൾ എറിഞ്ഞു തന്ന നാണയത്തുട്ടുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവ എനിക്ക് നൽകിയത് പണത്തിന്റെ അഹങ്കാരമായിരുന്നു. എന്നാൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പണമില്ലാത്തവനെ ചേർത്ത് പിടിക്കാനാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ സമ്പത്തുമായി നിൽക്കുമ്പോഴും എനിക്ക് അഹങ്കാരമില്ല. കാരണം ഇതൊന്നും എന്റെയല്ല, എന്റെ റബ്ബിന്റേതാണ്. ഹംസയുടെ വാക്കുകൾ കേട്ട് ഹാജി പൊട്ടിക്കരഞ്ഞു. അഹങ്കാരം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാഹ്യമായ മോടികളിലോ സമ്പത്തിലോ അല്ല, മറിച്ച് ഒരാളുടെ സ്വഭാവ മഹിമയിലാണ് യഥാർത്ഥ മനുഷ്യത്വം ഇരിക്കുന്നതെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹംസ കാണിച്ചു തന്ന ആ ക്ഷമയും വിനയവും നമ്മുടെ ജീവിതത്തിലും പകർത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതെനിക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. ഇതുപോലുള്ള നല്ല കഥകളും ജീവിത പാഠങ്ങളും ഇനിയും കേൾക്കുന്നതിനായി
ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. ഇൻഷാ അല്ലാ, ഇതിലും മികച്ച മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Oh my dears, my little stars, you light my life no matter the scars. Zainab's love is with you always, a whispered prayer for all your days. My dear grandchildren, my heart's delight. Zainab's love is with you always, forever in Allah's gentle grace. എന്റെ കൊച്ചു പൂവേ, നീ എന്റെ ജീവനാ.